യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആത്മീയമായ സ്വർഗരാജ്യത്തിൽ ആയിരിക്കുന്നു. ആത്മീയമായ സ്വർഗരാജ്യത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ആത്മീക ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കാം എന്നുള്ള വസ്തുത നമ്മൾ ഗ്രഹിച്ചല്ലോ. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഈ ലോകത്തിൽ നിന്നും നമ്മൾ മാറുക എന്നുള്ളതാണ്. അതായത് ഈ ലോകം ഇത് ശാപഗ്രസ്തമാണ്, ഇത് എന്നേക്കുമായിട്ടുള്ള ശിക്ഷാവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നത് പാപമാണ്. അപ്പോൾ പാപത്താൽ നിറയപ്പെട്ടതായ ഈ ദുഷ്ടലോകത്തിൽ ഇന്ന് നമ്മൾ ആത്മീയ ദൈവരാജ്യത്തിൽ ആയിരിക്കുന്നെങ്കിലും, ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമ്മൾ ഞരങ്ങിക്കൊണ്ടായിരിക്കുന്നുവെങ്കിലും, നമ്മൾ ഇടുക്കത്തോടുകൂടി ആയിരിക്കുന്നെങ്കിലും, നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവരാജ്യം കടന്നു വരുന്നുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്ന പോലെ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കുള്ള സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു എന്ന ആ മണവാളന്റെ വരവോടുകൂടിയാണ് നമ്മൾ എല്ലാവരും തന്നെ സാക്ഷാൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ആ മണവാളന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൽ 1 മുതൽ കാണുന്നതായ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യം ആകുന്നു എന്നുള്ള ആ ഉപമ. ആ ഉപമയിലൂടെ നമ്മൾ വളരെയധികം ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ഉപമ കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുക വഴി ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ആത്മീയമായ സാഹചര്യത്തെയും അതേപോലെ തന്നെ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന ഭാവി അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വചനഭാഗം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതം ഈ ഉപമയുമായി തട്ടിച്ചു നോക്കിയിട്ട് അത് എപ്രകാരമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ കൂടുതൽ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്നതായ വേദഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച അതേ വേദഭാഗം തന്നെയാണ്. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന് നമ്മൾ ഓരോരുത്തരും നേരിടുന്നതായ, അല്ലെങ്കിൽ ഇന്ന് സഭ നേരിടുന്നതായ, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ ആളുകൾ നേരിടുന്നതായ ഒരു വലിയ പ്രശ്നം, യേശുക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഉറങ്ങിപ്പോകുന്നതായ ഒരു അനുഭവം, കാത്തിരുന്ന് ഉറങ്ങിപ്പോകുന്ന അനുഭവം. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കെല്ലാം ശ്രദ്ധിക്കണമേ. അവർ മയക്കം പിടിച്ച് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യം അവരുടെ ജീവിതത്തിൽ ഒരു മയക്കത്തിന്റെ അനുഭവം ഉണ്ടായി. ഈ മയക്കത്തിന്റെ അനുഭവം എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പകലൊക്കെ മയങ്ങാറുണ്ട്. അതായത് ഉറക്കമല്ലത്, ഒരു മയക്കമാണ്. ഈ മയങ്ങുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കുക, നിങ്ങളെന്താ ഉറങ്ങുന്നു ചോദിച്ചു, ഞാൻ ഉറങ്ങിയൊന്നുമില്ല എന്നവർ പറയും. കാരണം അവർ മയക്കത്തില്ല. അവർ പറയുന്നു, യെസ്, എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, എന്നാൽ ഞാൻ ആക്റ്റീവ് അല്ല, ഞാൻ ക്രിയാത്മകമായ ഒരു വ്യക്തിയല്ല. കാരണം ഞാൻ മയങ്ങിപ്പോകുന്നതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായ ആളാണ് എന്ന് പറയുന്ന പോലെ ദൈവസഭ ഇന്ന് കടന്നു പോകുന്നതായ ഒരു അവസ്ഥ ഇതാണ്. അവർ മയക്കത്തിലാണ്. ഉറങ്ങുകയാണെന്ന് ഞാൻ പറയത്തില്ല, മയക്കത്തില്ല. അവർക്ക് അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ബോധ്യമുണ്ട്, പക്ഷെ അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്തതായ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? നമ്മുടെ ഭവനത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു. നമ്മുടെ മക്കളുടെ ഇടയിൽ നടക്കുന്നതായ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ നടക്കുന്നതായ സംഭവങ്ങൾ, നമ്മുടെ സഭയിൽ നടക്കുന്നതായ സംഭവങ്ങൾ, നമ്മുടെ ദേശത്ത് നടക്കുന്നതായ സംഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിയുന്നെങ്കിലും വി ആർ നോട്ട് റെസ്പോണ്ടിങ് ടു ഇറ്റ്. നമ്മൾ അതിനോട് പ്രതികരിക്കുന്നില്ല. നമുക്ക് ആ വിഷയത്തിന് മേൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തതായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മെ തന്നെ വിലയിരുത്തണം. നാം മയങ്ങുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മയങ്ങുകയാണോ? നമ്മൾ വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ അടുത്ത വാക്യത്തിലേക്ക്, 6-ാം വാക്യത്തിലേക്ക് കടന്നു വരും. പക്ഷെ അതിനു മുമ്പായിട്ട് ഇന്ന് നമ്മൾ കടന്നു പോകുന്നതായ അവസ്ഥയെ ഒന്ന് പരിശോധിച്ച് നമുക്കൊന്ന് ഉണരുവാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും സഭ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്നവരായി തീരും.
ഇന്ന് സംഭവിക്കുന്നത് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, അത് നമുക്കറിയാം, പിശാച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുടുംബങ്ങളെ, തലമുറകളെ ഒക്കെ തകർക്കാൻ ശ്രമിക്കുന്നതായ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പക്ഷെ അതിന് നടുവിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ പ്രാർത്ഥനയിലൂടെ പോലും, ഉപദേശങ്ങളിൽ കൂടെ പോലും, സഭയെ ഒരുമിച്ച് കൂട്ടിവരുത്തി പ്രാർത്ഥിക്കുന്നതിൽ പോലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ മയക്കത്തെയാണ് കാണിക്കുന്നത്. ഈ മയങ്ങുന്ന ആള് ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ മയങ്ങുകയായിരുന്നു എന്ന്. അവർ പറയുന്നു, ഞാൻ മയങ്ങുന്നിരുന്ന് കണ്ണടച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് എല്ലാ കാര്യങ്ങളും, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ യഥാർത്ഥത്തിൽ മയങ്ങുകയാണ്. നമുക്ക് വേണ്ടതെന്തുവാ? ഈ മയക്കത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുക. സാധാരണയായിട്ട് ഇങ്ങനെ മയങ്ങുന്ന ആളുടെ മുഖത്ത് കുറച്ച് പച്ചവെള്ളം തളിക്കുമ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടി എഴുന്നിട്ട് അവർ ആക്റ്റീവ് ആകാറുണ്ട്. എന്ന് പറയുന്ന പോലെ പെട്ടെന്നൊരു റിവൈവൽ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു. നമ്മൾ ഈ കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങളായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മൾ മയക്കം പിടിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പരിണത ഫലം നമുക്ക് ആത്മീയമായ ജാഗ്രത നഷ്ടപ്പെടുന്നു. അതായത് നമുക്ക് ജാഗ്രത ഉള്ളവരായിരിക്കാൻ കഴിയുന്നില്ല. ഒരു ദേശം, ഒരു രാജ്യം സംരക്ഷിക്കപ്പെടുന്നത് പട്ടാളക്കാരുടെ ജാഗ്രതയിലാണ്, അല്ലെങ്കിൽ സൈന്യത്തിന്റെ ജാഗ്രതയിലാണ്. നമുക്ക് നമ്മളുടെ സഭയെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ നമ്മുടെ കുടുംബങ്ങളെയോ ആത്മീയമായി പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്തതായ, സംരക്ഷിക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയമായ ഉറക്കം അല്ലെങ്കിൽ മയക്കം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇത് നമ്മളെ നയിക്കുന്നത് മറ്റ് പല വിഷയങ്ങളിലേക്കുമാണ്, അല്ലെങ്കിൽ ദോഷങ്ങളിലേക്കാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം എബ്രായർ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യമാണ്. ആ വാക്യം നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തർക്കത്താൽ അപേക്ഷിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഞാൻ ഈ വാക്യം വായിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വിവേചന ശേഷി നഷ്ടപ്പെടുന്നു നമ്മളുടെ ആത്മീയ മയക്കം കൊണ്ട്. എന്താണ് വിവേചനശേഷി എന്ന് പറയുന്നത്? സാധാരണയായിട്ട് നമുക്ക് വിവേചനശേഷി കുഞ്ഞുങ്ങളിൽ നമുക്ക് കാണത്തില്ല, കൊച്ചുകുട്ടികളിൽ. കുറച്ച് പ്രായം ചെന്ന് അവർ അവരുടെ അനുഭവത്തിലൂടെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ പഠിക്കുന്നതിലൂടെയൊക്കെ അവർ വിവേചന വരം അല്ലെങ്കിൽ വിവേചനം എന്നുള്ളതായ ആ വലിയ കഴിവ് അവർ നേടിയെടുക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് വേണ്ടതും വിവേചനമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ അപകടത്തിലേക്ക് നയിക്കുന്നത് അവന്റെ വിവേചനമില്ലായ്മയാണ്. ഒരു കുഴിയെക്കുറിച്ചോ അല്ലെങ്കിൽ തീയെക്കുറിച്ചോ അല്ലെങ്കിൽ നിലത്തോട് എഴഞ്ഞു പോകുന്നതായ ഒരു ജന്തുവിനെ കുറിച്ചോ അവന് അറിയില്ലെങ്കിൽ അവനത് വിവേചിക്കാൻ കഴിയില്ല. പാമ്പിനെ പോലും കൈകൊണ്ട് പിടിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഉപദ്രവകാരികളായ പ്രാണികളെ കയ്യിലെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ വെള്ളത്തെ ഭയപ്പെടാതെ അവർ വെള്ളത്തിലേക്ക് വീഴുന്നതും അവിടെ മരിച്ചു പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ലേ? കാരണം ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വിവേചിപ്പാനുള്ള കഴിവില്ല. നമുക്ക് വിവേചനത്തിനുള്ള കഴിവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വായിക്കുന്നത്, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഈ പ്രായം തികഞ്ഞവർ എന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരുന്ന് ആത്മീയമായ വളർച്ച പ്രാപിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രായം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉറങ്ങിപ്പോയാൽ നമുക്ക് വളരുവാൻ കഴിയത്തില്ല. ഉറങ്ങുന്ന ആൾക്ക് ഭക്ഷണം കഴിക്കാനോ വ്യായാമം ചെയ്യാനോ കഴിയത്തില്ല. എന്നാൽ ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ വളർച്ചയിലേക്ക് തന്നെ നയിക്കുവാൻ തക്കോണം ഇടയായി തീരുമെന്ന് മാത്രമല്ല, അവൻ കുറച്ചുകൂടെ കൂടുതൽ അറിവുള്ള കാര്യങ്ങൾ സ്വായത്തമാക്കുവാൻ പരിശ്രമിക്കുകയും അത് നിമിത്തം അവന് നന്മ തിന്മകളെ അറിയുവാനുള്ള ആ ഒരു കഴിവ് ഈ തഴക്കത്താൽ അവൻ അഭ്യസിച്ച ആ ഇന്ദ്രിയമുള്ളവനായി അവന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് ഈ മയക്കം തുടരുകയാണെങ്കിൽ ഒരിക്കലും ഭേദാഭേദങ്ങളെ വിവേചിക്കുവാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, തീരുമാനങ്ങളിലേക്കോ യഥാർത്ഥമായ ആത്മീയമായ തിരിച്ചറിവോടുകൂടിയുള്ള പ്രാർത്ഥനയിലേക്കോ നമുക്ക് കടന്നു പോകാൻ കഴിയാത്തതായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുമ്പിലുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിന് നടുവിൽ നിങ്ങൾക്കുള്ള ആത്മീയ കാഴ്ചപ്പാട് എന്തുവാ? ആ ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ വളർച്ചയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആത്മീയമായ ആ ഉറക്കത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് വേണ്ടവണ്ണം ആത്മീയമായ വളർച്ചയിലേക്ക് പോകുവാനോ
ദൈവത്താലുള്ള ആ വളർച്ച പ്രാപിച്ച് ഇവിടെ നമ്മൾ കാണുന്ന പോലെ നന്മ തിന്മകളെ നമുക്ക് അറിയുവാനോ കഴിയാത്തതായ ഒരു സാഹചര്യം ഉണ്ടാകും. ഒരു വിഷയം ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് പ്രാപിക്കാൻ കഴിയണം. അതേപോലെ തന്നെ പിശാചിന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നവർ, അതിനോട് പ്രതികരിക്കുന്നവർ നമ്മളായിത്തീരണം. നമ്മുടെ പ്രാർത്ഥനകൾ പോലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനും സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ആത്മീയമായ മയക്കത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഇവിടെ നമ്മൾ കാണുന്ന പോലെ, അതായത് നമുക്ക് വേണ്ടത് ഭക്ഷിക്കുവാൻ, വേണ്ട വചനം പഠിക്കുവാൻ, വേണ്ട വചനം അഭ്യസിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അങ്ങനെയുള്ള ഒരു മനോഭാവവും അങ്ങനെയുള്ള ഒരു സമീപനവും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്രകാരം വളർന്ന് ഈ ഭേദഭേദങ്ങളെ വിവേചിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മീയമായ മയക്കത്തിൽ നിന്നും ഒരു വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ദൈവസ്ഥൽ ആഗ്രഹിക്കാം. ഇനി ഈ ആത്മീയ മയക്കത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്നൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കട്ടിയായുള്ള ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക്, കൂടുതൽ വചന ഉപദേശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കത്തക്ക ആ ഒരു ചിന്താശക്തിയോടുകൂടെ നമ്മൾ കടന്നു വരണം. അങ്ങനെ കടന്നു വരാൻ കഴിയണമെങ്കിൽ നമ്മൾ മയങ്ങിരുന്നാൽ സാധ്യമല്ല, നമ്മൾ ഉണർന്നിരുന്നേ മതിയാകത്തുള്ളൂ. ദൈവവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ദൈവസ്ഥലിലേക്ക് കടന്നു ചെല്ലുവാനും സഭയൊന്നിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാനൊക്കെ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആത്മീയമായ ആ ഒരു വളർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. കർത്താവെ, എൻ്റെ ഈ ആത്മീയമായ മയക്കത്തിൽ നിന്ന് എന്നെ വിടുവിച്ച്, കർത്താവെ, സജീവമായ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് ജാഗ്രതയുള്ളവരായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അതിനുള്ള ഒരു ആഗ്രഹവും അതിനുള്ള ഒരു ചിന്തയും അതിനുള്ളതായ ഒരു വാഞ്ചയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം നിമിത്തം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ആത്മീകമായ ഉറക്കങ്ങളെ വിട്ട്, മയക്കങ്ങളെ വിട്ട് അവർ സജീവത ഉള്ളവരായി തീരുവാനും, കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരും, കർത്താവെ, അവരിലൂടെ ദൈവിക നന്മകൾ ദേശത്ത് വ്യാപാരം ചെയ്യുന്നവരുമായിരിക്കാൻ തക്കണം നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതേപോലെ തന്നെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു.